മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഷിരൂരിൽ നിന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. ഡ്രൈവർമാർക്ക് വെള്ളത്തിൽ ചാടി പരിശോധിക്കുന്നതിൻ്റെ ചില ക്രൈറ്റീരിയ അത് ഒരു തരത്തിൽ സാധിക്കാത്ത ചില സ്ഥിതികൾ പറയുന്നുവെന്നാണ് ഇപ്പോൾ ഞങ്ങൾ ചിലരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ്, അവരുടെ നിലപാടെന്താണ് എന്നൊക്കെ ഇന്ന് ചർച്ച ചെയ്യും. സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. ആ നിലപാട് അറിയിക്കുന്നതായിരിക്കും. കർണാടകത്തെ ഇവിടുന്നുള്ള ഈ സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ആരൊക്കെയാണ് മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്? ജില്ലാ കലക്ടർ, അതുപോലെ ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ ഉണ്ടാകും. കോഴിക്കോട്ട് MP, കോഴിക്കോട്ട് നിന്നുള്ള 2 MLA മാർ, അഡ്വക്കേറ്റ് സച്ചിൻ ദേവ്, ലിൻഡോ, അത് അവരെത്തിയിട്ടുണ്ട്. നമ്മുടെ മഞ്ചേശ്വരം MLA അസ്രഫ്, കോഴിക്കോട്ട് MP ശ്രീ MK രാഘവൻ, അവരുൾപ്പെടെ എല്ലാവരും ഉണ്ടാവും. ഞങ്ങൾ ചർച്ച ചെയ്യും. അപ്പോൾ ചില പ്രയാസങ്ങൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾ ചൂണ്ടിക്കാട്ടിയതുപോലെയുള്ള ചില പ്രയാസങ്ങൾ ഇതിനകം തന്നെ അവർ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു തരത്തിലും ദൗത്യസംഘം പിറകോട്ട് പോകരുത് എന്നുള്ള നിലപാടാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലപാട് ഞങ്ങൾ അറിയിക്കും. എല്ലാ ശ്രമവും ഇതുമായി ബന്ധപ്പെട്ട് നടത്തണം എന്നാണ്. ഇപ്പോൾ ഇന്നലെ വീട്ടിൽ പോയപ്പോൾ വീട്ടിലും അവിടെയും പരിസരവാസികളും അവരുടെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ ഈ പരിമിതികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ചില ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട്. അപ്പം അത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് എന്തൊക്കെ ചർച്ചയിലൂടെ ചെയ്തത് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് പരിശോധിക്കുന്നത്. മീറ്റിംഗ് കഴിഞ്ഞിട്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഷിരൂരിലെത്തി. അദ്ദേഹം അല്പസമയത്തിനകം ഉന്നത ഉദ്യോഗസ്ഥരുമായും ജനപ്രതിനിധികളുമായും കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം പിന്നീട് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് രക്ഷാദൗത്യത്തിൽ ചില പ്രയാസങ്ങളുണ്ട്, പക്ഷേ ദൗത്യം നിർത്തരുത് എന്നുള്ളതാണ് കേരളത്തിന്റെ നിലപാട്. സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട്. ദൗത്യസംഘം ഒരു കാരണവശാലും പിറകോട്ട് പോകരുത്. ഈ കാര്യം താൻ യോഗത്തിൽ ആവശ്യപ്പെടും എന്നാണ്. കുടുംബാംഗങ്ങളെ കഴിഞ്ഞ ദിവസം കാണുമ്പോഴും അവരും പറയുന്നത് ഇത് തന്നെയാണ്. പരിമിതികളുണ്ട് എന്നത് കുടുംബാംഗങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരുമായി അല്പസമയത്തിനകമുള്ള കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ചയിൽ കേരളത്തിന്റെ നിലപാട് അറിയിക്കും എന്നാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. അതിനുശേഷം മാധ്യമങ്ങളെ അദ്ദേഹം ഒരിക്കൽ കൂടി കാണും. മന്ത്രി AK ശശീന്ദ്രൻ കൂടി ഷിരൂരിലേക്ക് എത്തുന്നുണ്ട്. കൂടാതെ കോഴിക്കോട് MP അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. കോഴിക്കോട്ട് നിന്നുള്ള 2 MLA മാരുണ്ട്. കൂടാതെ മഞ്ചേശ്വരത്ത് നിന്നുള്ള MLA, ഇവരെല്ലാം ഇവിടം കേന്ദ്രീകരിച്ച് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉള്ളത്. ഇപ്പോൾ ഇന്ന് ഈ 2 മന്ത്രിമാർ നിലവിൽ അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ള ശശീന്ദ്രൻ എത്തിയിട്ടില്ല. പി എ മുഹമ്മദ് റിയാസും ഒപ്പം ശശീന്ദ്രൻ, ഈ 2 മന്ത്രിമാരും ഇന്ന് അവിടെ തന്നെ തുടരും, ഷിരൂരിൽ തുടരും എന്നുള്ളതാണ്. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നതിനായി മന്ത്രിമാർ കൂടി അവിടെ ഉണ്ടാകുമെന്നതാണ്. പരിമിതികളുണ്ട്, ഒട്ടേറെ പ്രയാസങ്ങൾ, വൈഷമ്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ അതൊന്നും ദൗത്യം നിർത്തുന്നതിലേക്ക് എത്തിച്ചേരാൻ ഇടയാക്കരുത് എന്നൊരാവശ്യം അത് കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉന്നതോദ്യോഗസ്ഥരും ജനപ്രതിനിധികളുമായുള്ള കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വയ്ക്കും. സാധ്യമാകുന്നതെല്ലാം ചെയ്ത് മുന്നോട്ട് പോകണം എന്നത് തന്നെയാണ് കേരളത്തിൻ്റെ നിലപാട്. അതിൽ നാവികസേനയ്ക്ക് നിലവിൽ പരിശോധന നടത്താൻ തടസ്സങ്ങളുണ്ട്. അതെല്ലാം ഇപ്പോൾ നടക്കുന്ന യോഗത്തിൽ ചർച്ചയാകും എന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറയുന്നു. നിലവിലൂടെ കാലാവസ്ഥ വലിയ വെല്ലുവിളിയായിട്ടുണ്ട്. കനത്ത മഴയും കാറ്റും അത് പരിശോധനയ്ക്ക് വെല്ലുവിളിയാകുന്നു, ഡൈവേഴ്സിന് വെല്ലുവിളിയാകുന്നു. അവർക്ക് പുഴയിലേക്ക് ഇറങ്ങിയുള്ള തെരച്ചിൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല. അത് എപ്പോൾ സാധ്യമാകുമെന്നൊക്കെയുള്ളതിൽ വലിയ അവ്യക്തതയാണ് നിലനിൽക്കുന്നത്. മണ്ണ് മാന്തിയുള്ള പരിശോധന അത് പുരോഗമിക്കുന്നുണ്ട്. എക്സ്കവേറ്റർ എത്തിയുള്ള പരിശോധന അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നതുപോലെ ഇന്നും നടക്കുന്നുണ്ട്. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഇപ്പോഴുള്ള പരിമിതികളെക്കുറിച്ചെല്ലാം അറിയാം, എങ്കിൽ പോലും ഒരു കാരണവശാലും ഈ പരിമിതികൾ രക്ഷാദൗത്യത്തെ ബാധിക്കരുത്, അത് മുന്നോട്ട് പോകണം എന്നുള്ള കേരളത്തിൻ്റെ നിലപാട് അത് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ യോഗത്തിൽ അത് ആവർത്തിക്കുമെന്നല്ലേ മന്ത്രി അറിയിച്ചത്? അങ്ങനെ തന്നെയാണ്. നിലവിലിപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് ഈ IB-യിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അഭിലാഷ്, ഒരൽപ്പം ഈ കാണുന്ന IB-യിലേക്ക് നിലവിലിപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് എത്തിച്ചേർന്നിട്ടുണ്ട്. കർണാടക സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള MP, MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ എന്നിവരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 3 മണിക്കാണ് ഈ യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. 3 മണിക്ക് ഈ കർണാടക അങ്കോളയിലുള്ള ഈ IB-യിൽ, ഈ കാണുന്ന ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ ഒരു യോഗം ഇതുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനം ഇനി എങ്ങനെ വേണം എന്നത് തീരുമാനിക്കുന്നതിന് വേണ്ടി ഒരു യോഗമുണ്ട്. ആ യോഗത്തിലായിരിക്കും ഇനി തുടർ നടപടികൾ എങ്ങനെ വേണം എന്നൊരു തീരുമാനമെടുക്കുക. നിലവിലെ ഒരു പ്രതിസന്ധി, ഇവർക്കുണ്ടാകുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ രക്ഷാദൗത്യത്തിൽ നേവിക്ക് ഇതുവരെയും, ഈ ഡീപ്പ് ഡൈവർമാർക്ക് ഇതുവരെയും യാതൊന്നും തന്നെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിന് കാരണം ഈ നദിയിലെ കുത്തൊഴുക്കാണ്. അതിനാൽ തന്നെ
ഈ കരയിലെ മണ്ണ് മാറ്റിയുള്ള പരിശോധന മാത്രമേ നടക്കുന്നുള്ളൂ. അതാണെങ്കിൽ തന്നെ കാര്യമായി തന്നെ ഒന്നും നടക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് കാലാവസ്ഥയുടെ പ്രശ്നമാണ്. നിലവിൽ ആ നദിയിലെ അടിയൊഴുക്കിന്റെ പ്രശ്നമാണ്. അവിടേക്ക് എത്താൻ സാധിക്കാത്തത് മൂലമാണ്. അതിനാൽ തന്നെ അങ്ങനെ ഈ ഒരു പ്രതിസന്ധി പരിഹരിച്ച് എങ്ങനെ മുന്നോട്ട് പോകും എന്നത് ചർച്ച ചെയ്യാനാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ഇപ്പോൾ ഇതിനോടകം തന്നെ രക്ഷാ ദൗത്യം നടത്തുന്നവരും സർക്കാരും കർണാടക സർക്കാരും അറിയിച്ചിരിക്കുന്ന അവരുടെ പ്രയാസങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു തരത്തിലും ദൗത്യം നിർത്തിവെക്കരുത് എന്ന് കേരളം ഇവരോട് ആവശ്യപ്പെടും എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചിരിക്കുന്നത്. ദൗത്യവുമായി മുന്നോട്ട് പോകാൻ ആവശ്യപ്പെടും, തങ്ങളുടെ ആശങ്കകൾ പങ്കുവയ്ക്കും, ആ കുടുംബത്തിന്റെ അർജുന്റെ കുടുംബത്തിന്റെ ആശങ്കകൾ പങ്കുവയ്ക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. അതായത് ഏത് വിധേനയും അർജുനെ കിട്ടുന്നത് വരെ രക്ഷാദൗത്യവുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് കേരളത്തിന്റെ നിലപാട്. അത് അറിയിക്കുമെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. 3 മണിയുടെ യോഗത്തിന് ശേഷം വീണ്ടും മാധ്യമങ്ങളോട് സംസാരിക്കും മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ. വൈകുന്നേരത്തോടുകൂടി AK ശശീന്ദ്രൻ മിനിസ്റ്റർ കൂടി ഇവിടേക്ക് എത്തും. അവർ ഇന്ന് ഇവിടെ തന്നെ തങ്ങും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. നാളെ ഈ സംഭവ സ്ഥലത്തും അതിനോടനുബന്ധിച്ചുള്ള രക്ഷാദൗത്യത്തിന് സഹായകമായ രീതിയിലും അവർ ഇവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതായത് കേരളത്തിൽ നിന്നും 2 മന്ത്രിമാർ ഇവിടെ ക്യാമ്പ് ചെയ്യാൻ പോകുന്നു. ഈ ദൗത്യം നിർത്തിവെക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണം, ഇതാണ് അവരുടെ ആവശ്യം. പക്ഷേ ഒരു കാര്യം അനുജ ഈ ഘട്ടത്തിൽ ഇനിയും പറയാതിരിക്കാനാകില്ല. രക്ഷാദൗത്യം വലിയ സങ്കീർണമായ ഘട്ടത്തിലൂടെയാണ് പോകുന്നത്. വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. നദിയിലിറങ്ങിയുള്ള പരിശോധന ഇനിയും നടന്നിട്ടില്ല. നദിയിലിറങ്ങി ഈ ഒഴുക്ക് പരിശോധിക്കുന്നത് ഒഴിച്ചാൽ ഈ ഡീപ്പ് ഡൈവിങ് സാധ്യമായിട്ടില്ല. അതായത് കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ആ പ്രയാസം ഇന്നത്തെ യോഗത്തിൽ കർണാടകത്തിന്റെ ഭാഗത്തു നിന്നുള്ളവരും രക്ഷാദൗത്യ സംഘവും അറിയിക്കും. പക്ഷെ നമുക്കൊരിക്കലും തെരച്ചിൽ അവസാനിപ്പിക്കാനോ അവിടെ നിന്നും മടങ്ങാനോ സാധിക്കില്ല. അർജുനെ കിട്ടുന്നത് വരെ അവിടെ തെരച്ചിൽ തുടരണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. പക്ഷെ അത് നിലവിലിപ്പോൾ മഴ മാറി നിൽക്കുകയാണോ? കാത്തിരുന്ന് കാണണം. ആ പ്രദേശം ഇവിടുത്തെ കാലാവസ്ഥ പ്രവചിക്കാൻ പറ്റില്ല അനുജ. കാരണം പൊരി വെയിൽ പോലെ നിൽക്കും, പക്ഷെ പെട്ടെന്നൊരു മഴ പെയ്യും. കൂട്ടത്തിൽ വലിയ കൊടുങ്കാറ്റ് പോലെയുള്ള കാറ്റാണ്. ആ കാറ്റടിച്ചു വരികയും ചെയ്യും. പിന്നീട് വീണ്ടും ശാന്തമാകും. ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ട്, പക്ഷേ അത് കണക്കിലെടുക്കേണ്ട. ഏത് നിമിഷവും മഴ പെയ്യാം. അതോടൊപ്പം തന്നെ പുഴയിൽ, ഗംഗാവാലി പുഴയിൽ, നദിയിൽ കുത്തൊഴുക്ക് രൂപപ്പെടുകയും ചെയ്യാം. അത് ഈ പ്രദേശത്ത് പെയ്യുന്ന മഴയല്ല, വനമേഖലയിൽ ഈ ഷിരൂർ കുന്നുകളിൽ പെയ്യുന്ന മഴയിൽ അവിടെ നിന്നാണ് വെള്ളം വന്ന് ഇത് ഉയർന്ന ഈ ജലനിരപ്പ് ഉയർന്ന് ഒഴുകുന്നത്. അടിയൊഴുക്ക് ഭീകരമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. അതിനാൽ തന്നെ ഇറങ്ങുക എന്നുള്ളത് ഒരു കാരണവശാലും നടക്കില്ല. അത് ഏതാണ്ട് 7 നോട്ട്സാണ് ഇപ്പോഴത്തെ അടിയൊഴുക്ക് എന്ന് പറയുന്നു. ഒരു 2 മുതൽ 3 വരെ വന്നാൽ മാത്രമേ ഒന്ന് ഇറങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കാനെങ്കിലും സാധിക്കൂ എന്നാണ് പറയുന്നത്. ആ പശ്ചാത്തലത്തിൽ ഒരു കാരണവശാലും ഈ അർജുന്റെ ട്രക്കുണ്ടെന്ന് പറയുന്ന 3-ാം സ്പോട്ടിലേക്ക് ഒരു ഡൈവിങ് സാധ്യമല്ല. അത് ഈ യോഗത്തിൽ സ്വാഭാവികമായും ദൗത്യസംഘം അറിയിക്കും. നമ്മുടെ മന്ത്രിമാർ അതിനോട് എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് കാത്തിരുന്ന് കാണണം. മുഹമ്മദ് റിയാസ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ, അതായത് ശ്രീകാന്ത്, ഇന്നിപ്പോൾ നടക്കാനിരിക്കുന്ന യോഗത്തിൽ എന്താകും തുടർ നീക്കം, തുടർ പരിശോധനകൾ ഏത് തരത്തിലാകും എന്നതിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനമുണ്ടാകും എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. ഈ 11 ദിവസവും നടത്തിയ തിരച്ചിലിൽ ഒരു തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു ശുഭ സൂചന കിട്ടിയിട്ടില്ല. ആകെ ആ ട്രക്ക് കണ്ടെത്തി, അത് സോണാർ പരിശോധനയിൽ കണ്ടെത്തി എന്നുള്ള ഒരു വിവരം മാത്രമാണ് ഉള്ളത്. അതിന്റെ ക്യാബിൻ എവിടെയെന്നറിയില്ല, മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്നറിയില്ല, അർജുൻ എവിടെയെന്നറിയില്ല, യാതൊന്നും അറിയില്ല. ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമേ കിട്ടിയിട്ടില്ല. 11 ദിവസവുമാകുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇനി കരയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ചില മണ്ണ് മാറ്റി പരിശോധന നടത്തിയിരുന്നു. അവിടെ നിന്നും യാതൊന്നും കിട്ടിയിട്ടില്ല. ഇതുവരെ ആകെ കിട്ടിയിട്ടുള്ളത് കുറെ ബക്കറ്റും ആ കടയിലുണ്ടായിരുന്ന കുറെ സാധന സാമഗ്രികളും ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റിന്റെ ചില ഭാഗങ്ങളും മാത്രമാണ്. അതൊന്നും തന്നെ ആശ്വാസകരമായ കാര്യങ്ങളല്ല, എന്തെങ്കിലും തരത്തിലുള്ള ആശയ്ക്ക് വക നൽകുന്നതുമല്ല. അതിനാൽ തന്നെ ഇവിടുത്തെ രക്ഷാദൗത്യ സംഘം ചുരുക്കത്തിൽ പറഞ്ഞാൽ അവരേറെക്കുറെ ഒരു മെല്ലപ്പോക്കിൽ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം യാതൊന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ്. ഈ കാലാവസ്ഥ അങ്ങനെയാണ്, നദിയിലെ അടിയൊഴുക്ക് അങ്ങനെയാണ്. അവർക്ക് നദിയിലേക്ക് ഇറങ്ങി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമാണ്. അതിനവരെ കുറ്റം പറയാൻ നമുക്ക് കഴിയുകയുമില്ല. ഇന്ന് ഒരു പ്രധാന തീരുമാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു, ഉണ്ടാകുമെന്ന് തന്നെ കരുതാം. അതാണ് അല്പസമയത്തിനകം
ജനപ്രതിനിധികളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗം നടക്കും. അങ്കോല IBയിലാണ് യോഗം. ഈ യോഗത്തിൽ പങ്കെടുക്കാൻ ഇപ്പോൾ മന്ത്രി PM മുഹമ്മദ് റിയാസ് എത്തിയിട്ടുണ്ട്. എന്നാൽ കേരളത്തിന്റെ നിലപാട് വളരെ കൃത്യമാണ്. അത് അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തു. ഒരു കാരണവശാലും രക്ഷാദൗത്യം നിർത്തിവെക്കരുത് എന്നുള്ളതാണ്. വലിയ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. പക്ഷേ അർജുനെ ലഭിക്കുന്നതുവരെ ആ രക്ഷാദൗത്യം തുടരണം എന്നുള്ളതാണ് കേരളത്തിന്റെ നിലപാട്. അത് ഏത് തരത്തിൽ സാധ്യമാകുമെന്നറിയില്ല. പക്ഷേ ആ നിലപാട് അറിയിക്കും. ബന്ധുക്കളുടെയും നിലപാട് കൂടിയാണത്. അത് ഇന്നിപ്പോൾ യോഗത്തിൽ പറയും. അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ ഏത് തരത്തിലേക്ക് തുടർ രക്ഷാപ്രവർത്തനം നടക്കുമെന്നൊക്കെയുള്ളതിൽ തീരുമാനമാകും. പിന്നീട് അത് മാധ്യമങ്ങളോട് വിശദീകരിക്കാമെന്നാണ് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞത്. അല്പസമയത്തിനകം വൈകുന്നേരമാകുമ്പോഴേക്കും മന്ത്രി AK ശശീന്ദ്രൻ കൂടി അങ്ങോട്ടേക്ക് എത്തും. ഇന്ന് 2 മന്ത്രിമാർ അവിടെ ഉണ്ടാകും. അവരുടെ നേതൃത്വത്തിലാകും ഇന്നത്തെ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. പക്ഷേ എന്ത് നടക്കാൻ ഉള്ള സാധ്യതയാണ് ഇന്നുള്ളത് എന്നൊക്കെയുള്ളതിലാണ് ഇപ്പോൾ ആശങ്കയും അവ്യക്തതയും ഉള്ളത്. മഴ, കാറ്റ് അത് ഇടയ്ക്കിടെ അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇത് അടിയൊഴുക്കിനെ ബാധിക്കുന്നുണ്ട്. ശക്തമായ അടിയൊഴുക്ക്, അത് 7 നോട്ട് എന്നുള്ള തരത്തിലേക്ക് അതിശക്തമായ അടിയൊഴുക്ക്. അതുകൊണ്ട് തന്നെ ഡൈവേഴ്സിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. നേവി ഡൈവേഴ്സിന് അവർ കരയിലേക്ക് മടങ്ങിപ്പോയിട്ട് മണിക്കൂറുകളായിരിക്കുന്നു. ആ ഭാഗത്തൊന്നും തന്നെ നടക്കുന്നില്ല. പിന്നെ നടക്കുന്നത് മണ്ണുമാറ്റൽ എന്നുള്ളതാണ്. അത് ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണുമാറ്റൽ നടക്കുന്നുണ്ട്. ചായക്കട കേന്ദ്രീകരിച്ചൊക്കെയുള്ള പരിശോധനകൾ നടക്കുന്നു. അത് കഴിഞ്ഞ് കുറേ മണിക്കൂറുകളായി ചെയ്യുന്ന പ്രക്രിയയാണ്. മഴ വരുമ്പോൾ അതിലും മന്ദഗതിയിൽ തന്നെയാകും അതും നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആ പ്രക്രിയ അവിടെ തുടരുന്നുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയ വിവരങ്ങളുമായുണ്ട്. അരുൺ പാറക്കലിലേക്ക് കൂടി. അരുൺ, ഇപ്പോൾ നടക്കുന്നത് ഈ മണ്ണുമാറ്റൽ എന്നുള്ളതാണോ? അതിൽ കൂടുതൽ യന്ത്രങ്ങളൊക്കെ എത്തിച്ചിരുന്നു. അപ്പോൾ അവിടെ ഒരു വേഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? മറ്റൊന്ന് ഐബോർഡ് പരിശോധന എങ്ങനെയാണ്? അത് പുഴയ്ക്ക് അടിയിലെ സിഗ്നലുകൾ പരിശോധിക്കുന്നതിനെ കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. അതിപ്പോൾ നടക്കുന്നുണ്ടോ അരുൺ? അനുജ, നിലവിൽ ഈ ലക്ഷ്മണയുടെ കട നിന്നിരുന്ന ഭാഗത്തെ ആ ചായക്കടയുടെ ഭാഗത്തെ മണ്ണ് മാറ്റുക, അതിനടിയിൽ മനുഷ്യ ശരീരങ്ങൾ, അത് മനുഷ്യജീവനുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക എന്ന് മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ ചായക്കടയുടെ അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ ആ പ്രദേശത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങളും നിലവിൽ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച ചില തെളിവുകളുമാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്, സൂചനകളുമാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. എന്തായാലും ആ പ്രദേശം കേന്ദ്രീകരിച്ചാണ്, ആ ചായക്കട നിന്നിരുന്ന ഗംഗാവലിപ്പുഴയുടെ ആ കര കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് എന്നുള്ളതാണ്. ആ ഭാഗത്ത്, അതായത് ഈ കര കടന്ന് ഒരു ചെറിയ വയൽ പ്രദേശമാണ്. ആ വയൽ പ്രദേശം കടന്നാണ് ഈ ഗംഗാവലി നദിയുള്ളത്. അതിനിടയിൽ ഈ മണ്ണിട്ട് തൂർന്ന പ്രദേശം കേന്ദ്രീകരിച്ചുള്ള പരിശോധന മാത്രമാണ്. 2 സാനി എക്സ്കവേറ്ററുകളാണ് ഇതിനായി ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. നേരത്തെ ഒന്ന് എത്തിച്ചിരുന്നു, ഇന്നിപ്പോൾ വീണ്ടും ഒന്ന് എത്തിച്ചിരിക്കുന്നു. ഒപ്പം ചില ഹിറ്റാച്ചി വാഹനങ്ങളുടെ സാന്നിധ്യം കൂടി അവിടേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ ലോറികളും എത്തിയിട്ടുണ്ട്. ഈ മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്യുന്നുണ്ട്. നദിയിൽ കാര്യമായ പരിശോധനകളൊന്നും തന്നെ ഇല്ല എന്നാണ് അനുജ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശക്തമായ മഴയും ശക്തമായ കാറ്റും. നമുക്ക് ആ പ്രദേശത്ത്, ഞാനൊരു മലമുകളിലായിരുന്നു, പക്ഷേ ആ പ്രദേശത്ത് നിൽക്കാൻ കഴിയാത്ത അത്ര രീതിയിലുള്ള ശക്തമായ കാറ്റും മഴയും ഉണ്ടായി. അല്പസമയം മുൻപാണ്, ഏകദേശം ഒരു 10 മിനിറ്റ് മുൻപാണ് ഞാൻ ആ പ്രദേശത്ത് നിന്ന് താഴേക്കൊന്ന് ഇറങ്ങിയത്. എന്തായാലും ഈ പരിശോധന കാര്യക്ഷമമായി നദിയിലൊന്നും നടക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു 11 മണിയോടുകൂടി 4 ബോട്ടുകൾ, അതായത് ഈ NDRFന്റെ 4 ബോട്ടുകൾ നദിയിലേക്ക് ഇറങ്ങിയിരുന്നു. ഈ ലോറി കണ്ടെത്തിയ ആ പ്രദേശം, ആ സ്ഥലം കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടത്തി. ആ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ട് പരിശോധനകൾ നടത്തി. ഡ്രോൺ ഉൾപ്പെടെയുള്ളവ രാവിലെ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. ആ സമയത്ത് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തി. പക്ഷേ കാര്യക്ഷമമായതൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനിയും കൂടുതൽ പരിശോധന നടത്തണം. പക്ഷേ ഉച്ചയോടെ പെയ്ത കനത്ത മഴ, അത് തുള്ളിക്കൊരുകൂടം എന്ന രീതിയിൽ തിമിർത്ത് പെയ്യുന്നൊരു സാഹചര്യമായിരുന്നു. അതിനൊപ്പം തന്നെ ശക്തമായ കാറ്റുമുണ്ട്. ഈ ശക്തമായ കാറ്റിനെയും ശക്തമായ മഴയെയും പ്രതിരോധിച്ചുകൊണ്ട്, അതിനെ തരണം ചെയ്തുകൊണ്ട് ഇനി എങ്ങനെയാണ് ഈ തെരച്ചിൽ മുന്നോട്ട് പോകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, നേരത്തെ ശ്രീകാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഗംഗാവാലി നദിയിൽ അടിയൊഴുക്ക് വർദ്ധിക്കുന്നൊരു സാഹചര്യമുണ്ട്. അതിപ്പോൾ 7 നോട്ട്സായി മാറിയിട്ടുണ്ട്. അത് ചുരുങ്ങിയതൊരു 2 നോട്ട്സിലേക്കെങ്കിലും മാറിയാൽ മാത്രമാണ് ഈ മുങ്ങൽ വിദഗ്ധർക്ക്, നാവികസേനയ്ക്ക് പുഴയ്ക്കടിയിൽ പോയി ഈ ക്യാബിൻ്റെയൊക്കെ ഒരു സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കൂ. എന്തായാലും അത്തരത്തിലുള്ള പ്രതിരോധ സാഹചര്യങ്ങളൊക്കെ അതിജീവിക്കണം. അങ്ങനെയുള്ള അതിജീവനത്തിലൂടെ മാത്രമാണ് ഈ തെരച്ചിൽ സുഗമമായി മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നാണ് ഈ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത്.
അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ അടിയൊഴുക്കിൽ നാവികസേന ഉദ്യോഗസ്ഥർ, മുങ്ങൽ വിദഗ്ധർ ഈ നദിക്കടിയിലേക്ക് ജലനിരപ്പിനുള്ളിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത് ആത്മഹത്യാപരമായ ഒരു തീരുമാനമാകുമെന്ന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അത്തരത്തിലൊരു സാധ്യതയില്ല. അതായത് ഈ നദി കേന്ദ്രീകരിച്ച് നദിക്കടിയിൽ ഇറങ്ങിച്ചെന്ന് പരിശോധിക്കുക സാധ്യമല്ല. ഡ്രോൺ ഉപയോഗിച്ച് ചിത്രങ്ങൾ എടുക്കുക, ഇത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുക, ഈ ലോറിയുടെ ഭാഗങ്ങൾ ലൊക്കേറ്റ് ചെയ്യുക, മനുഷ്യ സാന്നിധ്യമുണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷേ ശക്തമായ മഴയും കാറ്റും അതിനും തടസ്സം നിൽക്കുന്നു. വരും മണിക്കൂറുകളിൽ, അതായത് ഈ വൈകുന്നേരത്തോടു കൂടി മഴ ഒന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഡ്രോൺ ഉൾപ്പെടെയുള്ളവ ഉപയോഗിക്കാനുള്ള സാധ്യതകളുമുണ്ട്. അനുജ, ഇപ്പോൾ ഈ പുഴയുടെ അടിയൊഴുക്ക് എന്ന് പറയുന്നത് അത് തുടർച്ചയായി ഇങ്ങനെ മഴയും കാറ്റും വരുമ്പോൾ അത് ഏതായാലും 2 നോട്ട്സിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയും വിരളമല്ലേ അരുൺ? അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ ഡൈവേഴ്സിന് പുഴയിൽ ഇറങ്ങി പരിശോധന നടത്താൻ കഴിയൂ. പക്ഷേ ഈ കാലാവസ്ഥ അത് പെർമിറ്റ് ചെയ്യുന്ന തരത്തിലേക്കല്ലല്ലോ. അനുജ, അതുതന്നെയാണ് ഈ കൊങ്കൺ ടെറൈൻ്റെ ഒരു പ്രത്യേകതയാണ്. എപ്പോഴാണ് മഴ പെയ്യുക, എപ്പോഴാണ് ശക്തമായ കാറ്റുണ്ടാവുക എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്രതീക്ഷിതമായി പെയ്യുന്ന ശക്തമായ മഴയും കാറ്റും, നല്ല വെയിലായിരിക്കും. ആ നല്ല വെയിൽ നിൽക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഈ കാലാവസ്ഥ ഇരുളുന്നു, ഇരുട്ട് മൂടുന്നു, ഒപ്പം ചെറിയ മൂടൽമഞ്ഞുണ്ടാവുന്നു, ശക്തമായ മഴ തിമിർത്ത് പെയ്യുന്നു, ഒപ്പം അതിശക്തമായ കാറ്റുമുണ്ട്. ഈ മലമുകളിൽ നിന്ന്, ഈ ശിരൂർ കുന്നിൽ നിന്നുൾപ്പെടെ, ശിരൂർ മലയിൽ നിന്നുൾപ്പെടെ ഈ വെള്ളം ഇങ്ങനെ താഴേക്ക് ഒലിച്ചിറങ്ങുന്ന സാഹചര്യം, അതായത് അതെപ്പോഴും 24 മണിക്കൂറും ദിനം പ്രതി നമ്മൾ കാണുന്ന കാഴ്ചയാണ്. അതിനർത്ഥം ഈ കാടിനുള്ളിൽ, അതായത് ഈ കൊങ്കൺ ടെറയിൽ ഈ കാടിനുള്ളിൽ എപ്പോഴും ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും ഈ ഗംഗാവാലി നദിയുടെ പല ഭാഗങ്ങളിലും ഈ വെള്ളം, അതായത് താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം നിറഞ്ഞ അവസ്ഥയാണുള്ളത്. ചില ഭാഗങ്ങളിലൊക്കെ വീടുകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഈ അടിയൊഴുക്ക് ഇപ്പോഴും രൂക്ഷമായി തുടരുന്നു. ഈ അടിയൊഴുക്ക് മാറാതെ ഈ മുങ്ങൽ വിദഗ്ധരുടെ സേവനം പ്രായോഗികമായി നടപ്പിലാക്കാൻ സാധിക്കില്ല. എന്തായാലും ഈ ഡ്രോൺ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചുകൊണ്ട് ചിത്രങ്ങൾ ശേഖരിച്ച് അത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതകളാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അരുൺ, ഡ്രോൺ പരിശോധനയിൽ ഒരു നിർണായക കണ്ടെത്തൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ട്രക്ക് പ്രൊഫൈൽ സംശയിക്കുന്ന സിഗ്നൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പുതിയ വിവരം. മറ്റൊരു സിഗ്നൽ കൂടി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരം. അത് ഡ്രോൺ പരിശോധനയിലാണ് പുതിയ സിഗ്നൽ കണ്ടെത്തിയത്. ഷഫീദ് റാവുത്തർ വാർത്തയുടെ വിവരങ്ങളുമായി. ഷഫീദ്, വീണ്ടും ഒരു സിഗ്നൽ കണ്ടെത്തിയിരിക്കുന്നു. അത് നദിയിൽ നടത്തിയ ഐബോർഡ് പരിശോധനയിലാണെന്ന് മനസ്സിലാക്കുന്നു. പാറമടയ്ക്ക് സമീപം ലോറിയോട് സമാനമായ സിഗ്നൽ എന്നല്ലേ? അതിന്റെ മറ്റു വിവരങ്ങൾ എന്താണ്? അനുജ, ഏറ്റവും നിർണായക വിവരം ഇപ്പോൾ ശിരൂരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്, അല്പസമയം മുൻപ് നടത്തിയ പരിശോധനയിലെ സിഗ്നലുകൾ അത് ട്രാൻസ്ഫർ ചെയ്ത് വീണ്ടും അത് ഡീകോഡ് ചെയ്തപ്പോഴാണ് ഒരു പുതിയ സ്പോട്ട്, അതായത് 4ാമത്തെ അടുത്ത് നടത്തിയിരുന്നത് ട്രക്ക് ഡ്രോൺ പരിശോധനയിൽ 4ാമതൊരു സ്പോട്ട് കൂടി കണ്ടെത്തിയിരിക്കുന്നു. CP4 എന്നാണ് ന്യൂ കോൺടാക്ട് പോയിന്റ് CP4 ലൊക്കേറ്റഡ് എന്നുള്ള തരത്തിലേക്ക് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് ഒരു നിയർ ബിഗ് റോക്ക് മൗണ്ട് ഇൻ മിഡിൽ ഓഫ് ഗംഗാവലി എന്നാണ് പറയുന്നത്. വലിയ പാറമടയ്ക്ക് സമീപം ഒരു സിഗ്നൽ കണ്ടെത്തിയിട്ടുണ്ടത്. ലോറിക്ക് സമാനമായ സിഗ്നൽ എന്നതാണ്. ശ്രീകാന്താണ് വിവരങ്ങളുമായുള്ളത്. ശ്രീകാന്ത്, ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ പുതിയ സിഗ്നൽ അത് എത്രത്തോളം നിർണായകമാണ്? അനുജ, ഇന്നലെയും സമാനമായ രീതിയിൽ ഏറെക്കുറെ ഒരു 90% മുകളിൽ പറയാൻ സാധിക്കുന്ന സിഗ്നലുകൾ കിട്ടിയിരുന്നു. ആ സിഗ്നലുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്പോട്ട് 3 ഒക്കെ ഐഡന്റിഫൈ ചെയ്തത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലും മുന്നോട്ട് കാര്യങ്ങൾ പോയിരുന്നില്ല. അതിനാൽ തന്നെ സാങ്കേതികമായ ഇത്തരം കണ്ടെത്തലുകൾ ഈ ഡ്രോൺ നിരീക്ഷണത്തിൽ നടക്കുന്നുണ്ട്, അത് തള്ളിക്കളയുന്നില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് വലിയൊരു പുരോഗതി ഈ അന്വേഷണത്തിൽ, ഈ ദൗത്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ കാണേണ്ടതുണ്ട്. ഇപ്പോൾ വീണ്ടും പുതുതായി വരുന്ന ഒരു വിവരം, കുറച്ചുകൂടി ശക്തമായ ഒരു സിഗ്നൽ, ഇത് ഈ ട്രക്കിന്റെ പ്രൊഫൈൽ എന്ന് സൂചിപ്പിക്കുന്ന ഒരു സിഗ്നൽ കൂടി കിട്ടി ഈ ഡ്രോൺ പരിശോധനയിൽ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അത് കൃത്യമായി ഒരു അല്പം ആശ്വാസം നൽകുന്നതാണ്, പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ് എന്ന് പറയാം. പക്ഷേ അപ്പോഴും ഇത് പ്രോപ്പറായി ഏത് ഭാഗത്താണ് എന്നും
അത് ഇതിന്റെ ക്യാബിൻ തന്നെയാണോ എന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. ഇതൊന്നും തന്നെ ഇനിയും നടന്നിട്ടില്ല. ആകെ കിട്ടുന്നത് ഈ ഡ്രോൺ അവിടെ പറത്തുന്നു. ഈ മഴ മാറി നിൽക്കുമ്പോൾ, കാറ്റ് മാറി നിൽക്കുമ്പോൾ ഡ്രോൺ അവിടെ പറത്തുന്നു. ആ ഡ്രോണിൽ നിന്നും കിട്ടുന്ന സിഗ്നലുകൾ ഡീകോഡ് ചെയ്ത് ഇത്തരത്തിൽ ചില നിഗമനങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് മാത്രമാണ് നടക്കുന്നത്. ഈ ഇന്നലെയും ഇന്നും പ്രധാനപ്പെട്ട 2 ദിവസങ്ങളാണ്. എന്തെങ്കിലുമൊക്കെ ബ്രേക്ക് ത്രൂ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച ദിവസങ്ങളാണ്. പക്ഷെ ഒന്നും ഉണ്ടായില്ല. ഇത്തരം സാങ്കേതികമായ വിവരങ്ങൾ കിട്ടുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തെരച്ചിൽ വീണ്ടും മുന്നോട്ട് പോകുന്നു എന്നുള്ളത് മാത്രമാണ്. കുറ്റം പറയലല്ല, ഏതെങ്കിലും തരത്തിൽ അവരുടെ പ്രവൃത്തിയെ കുറച്ചു കാണിക്കലുമല്ല. അത് ഇവിടുത്തെ സാഹചര്യം അതാണ്. നമുക്ക് നേരെ നടന്നു നീങ്ങാൻ പോലും പറ്റാത്ത വിധം വലിയ കാറ്റടിക്കുന്നുണ്ട്. അതോടൊപ്പം ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഇടയ്ക്ക് വലിയ വെയിൽ വരും. ആ ഘട്ടത്തിൽ വീണ്ടും ഈ ഡ്രോൺ പറത്തും. അതോടൊപ്പം തന്നെ ബോട്ട് ഇറക്കും, ഈ ഡിഗി ബോട്ടുകൾ ഇറക്കും, പരിശോധന നടത്തും. ഇതൊക്കെ തന്നെ മുറയ്ക്ക് നടക്കുന്നുണ്ട്. വീണ്ടും വലിയ തോതിൽ മഴ പെയ്യും, വെള്ളം കുത്തി ഒഴുകി വരും. 7 നോട്ട്സ് എന്നുള്ളത് 8ഉം 9ഉം ഒക്കെ നോട്ട്സായി മാറും. ഈ മലമുകളിൽ നിന്നുള്ള വെള്ളം വീണ്ടും താഴേക്ക് ഒഴുകിയെത്തും. അതൊരു വലിയ പ്രതിസന്ധിയായി ഇങ്ങനെ തന്നെയുണ്ട്. ഇത് ഏതെങ്കിലും ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തീരും, ഇത് അവസാനിക്കുമെന്നൊന്നും കരുതാനൊന്നും വയ്യ. കാരണം ഏതാണ്ട് ഒരു 11 ദിവസമായി ഇത് തന്നെയാണ് ഇവിടെ തുടരുന്നത്. ഇതിനൊരു മാറ്റമില്ലാതെ തുടരുകയാണ്. ഈ ക്യാബിൻ കണ്ടെത്തണം. ഇത്തരത്തിൽ കിട്ടുന്ന സിഗ്നലുകൾ കൊണ്ട് ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ ഗുണമുണ്ട്. കാരണം ക്യാബിൻ എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അതിനപ്പുറത്തേക്ക് ആ ട്രക്ക് തന്നെയാണ്, അതിന്റെ ഭാഗം തന്നെയാണ്, ക്യാബിനാണ്, അതിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഐഡന്റിഫൈ ചെയ്യാം. പക്ഷേ അത് കിട്ടിയതിന് ശേഷവും പിന്നെയാണ് വലിയ കടമ്പ അവശേഷിക്കുന്നത്. ആ സ്ഥലത്തേക്ക് ഡൈവർമാർക്ക് പോകാൻ സാധിക്കുമോ? ഇത് കെട്ടിപ്പൊക്കിയെടുക്കണമെങ്കിലും ഡൈവർമാർക്ക് അവിടേക്ക് എത്തണം. അവർക്ക് ആ വാഹനത്തിനുള്ളിൽ ഈ അതിൻ്റെ ഹുക്ക് കൊരുത്ത് അത് ഉയർത്തിയെടുക്കാനാണെങ്കിൽ അങ്ങനെ, അല്ല അതിൻ്റെ ഡോറുകൾ തുറന്നോ, അത് ഏതെങ്കിലും തരത്തിൽ പൊളിച്ചോ അതിൽ അകത്തേക്ക് കടക്കാനുള്ള ശ്രമം നടത്തണമെങ്കിൽ പോലും അവർക്ക് ഡൈവ് ചെയ്യണം. ഡീപ്പ് ഡൈവിംഗ് സാധ്യമല്ല, അത് നേവി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമേ അല്ല എന്നാണ് അവർ പറയുന്നത്. നിലവിലൊന്ന് മഴ മാറി നിൽക്കുമ്പോൾ ശാന്തമായി മുകൾ തട്ടിലൊക്കെ ഒഴുകുന്നു എന്ന് തോന്നാം. പക്ഷെ അടിത്തട്ട് വലിയ തോതിൽ അടിയൊഴുക്കുണ്ട്. മാത്രമല്ല, ഏറ്റവും പുതിയ വിവരം വരുന്നത് ഡ്രോൺ പരിശോധനയിൽ ഒരു നിർണായക സിഗ്നൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ്. 4ാം സ്പോട്ടാണ് കണ്ടെത്തിയത്. നദിക്ക് നടുവിലെ പാറയിടുക്കിന് സമീപം ലോറിക്ക് സമാനമായൊരു പ്രൊഫൈൽ അത് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് വളരെ ശക്തമായൊരു സിഗ്നലാണ് ഇക്കുറി കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏക ആശ്വാസം. പക്ഷേ അതിലേക്ക് ലൊക്കേറ്റ് ചെയ്യാൻ എങ്ങനെ കഴിയും, അത് നേവിക്ക് ഏത് തരത്തിലേക്ക് എത്താൻ കഴിയും എന്നുള്ളത് വലിയ ചോദ്യമായി തന്നെ അവശേഷിക്കുന്നു. തിരികെ എത്താം ഇടവേള എടുത്തതിനു ശേഷം.